എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥ 3 വിത്തുകൾ. വസന്തകാലത്തുള്ള ഒരു പ്രഭാതം. ചെടികളെല്ലാം പൂത്ത് വളരെ മനോഹരമായി കാഴ്ചയ്ക്ക് വിരുന്ന് നൽകി. വ്യാഴവും ശുക്രനും വിശ്രമിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുന്നു. വിളവെടുപ്പിന്റെ സമയം വന്നതും കൃഷിക്കാരെല്ലാം വിളവെടുപ്പിൽ വ്യാപൃതരായി. കാടിനു ചുറ്റും പക്ഷികൾ ചിലച്ചുകൊണ്ടിരുന്നു. വ്യാഴവും ശുക്രനും പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് കാട്ടിലൂടെ നടന്നുപോയി. കാട്ടിൽ ആന, മുയൽ, പക്ഷികൾ ഇവയെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടു. ദാ നോക്കൂ കൂട്ടുകാരാ, നമ്മൾ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. മൃഗങ്ങൾക്ക് പക്ഷേ അതിരുകളില്ല. പക്ഷേ മനുഷ്യരാണെങ്കിൽ അവരെ പറ്റിക്കണം ഇവരെ പറ്റിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്തെല്ലാമോ ചെയ്യുന്നു. പക്ഷെ കാട്ടിൽ മൃഗങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അതെ അതെ, സത്യം തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഗ്രഹങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു പൂവൻ കോഴിയെ കാണുന്നു. ആ കോഴി 3 വിത്തുകൾ അതിന്റെ ചുണ്ടുകൊണ്ട് കൊത്തിക്കൊണ്ടിരുന്നു. ശുക്രനും വ്യാഴവും അവിടേക്ക് വന്നപ്പോൾ ആ പൂവൻ കോഴി 3 വിത്തുകളും അവിടെ കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു മറഞ്ഞു. ഹേയ് വിത്തുകളെ, ആ പൂവൻകോഴി നിങ്ങളെ ചുണ്ടുകൊണ്ട് കൊത്തുമ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? വേദനയോ? വേദന എങ്ങനെ ഇല്ലാതിരിക്കും? നന്നായിട്ട് വേദനിക്കുന്നു. ആ നവഗ്രഹങ്ങൾക്ക് ഞങ്ങളോട് ഒരു ദയയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ തലയിലെഴുത്ത് ഇങ്ങനെ മാറിയത്. അവരങ്ങനെ പറഞ്ഞതും ശുക്രനും വ്യാഴവും ചിരിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ഞങ്ങളുടെ ജാതകം ഇങ്ങനെയാ. ജാതകം, നവഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും മനുഷ്യരെ പോലെ മാറാൻ തുടങ്ങുകയാണോ? ഞങ്ങൾ എന്തു ചെയ്യും പറ? ഒരു മരത്തിലുണ്ടായിരുന്ന പഴം ഒരു കാക്ക കഴിച്ചു. ആ കാക്കയുടെ കാഷ്ടം മൂലം ഞങ്ങൾ 3 പേരും താഴേക്ക് വീണു. കുറച്ചുനാൾ കഴിഞ്ഞ് നല്ല കാറ്റടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു നദിയുടെ തീരത്തേക്കെത്തി. ആദ്യത്തെ വിത്ത് അങ്ങനെ പറഞ്ഞതും രണ്ടാമത്തെ വിത്ത് സംസാരിക്കാൻ തുടങ്ങി. അതുപോലും സാരമില്ല, ആ നദിയുടെ അടുത്ത് ചെടിയാകാൻ പോകുമെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആ മഴവെള്ളത്തിൽ ഞങ്ങൾ ഒഴുകി ഒഴുകി ദാ ഈ കാടിനുള്ളിലേക്ക് എത്തി എന്ന് വളരെ ദുഃഖത്തോടുകൂടി അവർ പറഞ്ഞു. വീണ്ടും ആ ആദ്യത്തെ വിത്ത് സംസാരിക്കാൻ തുടങ്ങി. ഈ കാട്ടിൽ വന്ന് വീണ്ടും ചെടിയാകുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഈ കോഴി അപ്പോ ഞങ്ങളെ കൊത്തി ആഹാരമാക്കാൻ തുടങ്ങി എന്ന് അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ശുക്രനും വ്യാഴവും അവർ പറഞ്ഞ കഥകളെല്ലാം ക്ഷമയോട് കേട്ടു. നോക്കൂ, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണുള്ളത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ തലയിലെഴുത്ത് തീരുമാനിക്കുന്നത്. നമ്മൾ പോലും തെറ്റ് ചെയ്യുമ്പോൾ ഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. അത് കേട്ടതും 3 വിത്തുകളും ആലോചിക്കാൻ തുടങ്ങി. ശരി, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഉടൻ തന്നെ 3 വിത്തുകളും അങ്ങനെ തന്നെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ എങ്ങനെയുള്ള ചെടിയാവാനാണ് പോകുന്നത്? നിങ്ങൾ എന്താഗ്രഹിച്ചാലും അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷേ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങളുടെ ജീവിതവും മാറും എന്ന് പറഞ്ഞതും 3 വിത്തുകളും അവരുടെ ആശകൾ ഗ്രഹങ്ങളോട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ നോട്ടം അനുസരിച്ചാണ് ഞങ്ങളുടെ ജീവിതം മാറുന്നത്. അതെ അതെ, നിങ്ങൾ ഞങ്ങളോട് ഒരു ദയവും കാണിക്കുന്നില്ല. ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ സ്വാതന്ത്ര്യത്തോടെ നടക്കണമെന്നും സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ജ്വലിക്കണമെന്നും എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കണമെന്നും ആഗ്രഹം കാണില്ലേ? പക്ഷെ നിങ്ങളാണ് ആ കോഴിക്ക് ആഹാരമാകുന്നത് പോലെ ഞങ്ങളെ മാറ്റിയത് എന്ന് ആ 3 വിത്തുകളും ഗ്രഹങ്ങളുടെ അടുത്ത് ദുഃഖത്തോടുകൂടി പറഞ്ഞു. ശരി, ഇനി നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. ഞാനും നിങ്ങളെ 3 പേരെ അനുഗ്രഹിക്കാം. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞുവോ അതെല്ലാം നടക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ യഥാസ്ഥാനത്തിരിക്കാം. പക്ഷെ നിങ്ങളുടെ കഷ്ടപ്പാടും മനസ്സിന്റെ ദൃഢതയുമാണ് നിങ്ങളെ കൃത്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 ഗ്രഹങ്ങളും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ 3 വിത്തുകളും നദിയുടെ അരികിൽ ചെടിയായി വളർന്നു. നല്ല മഴ പെയ്തും നല്ല വെയിൽ കൊണ്ടും ആ 3 വിത്തുകളും ചെടിയായി വളരാൻ തുടങ്ങി. അങ്ങനെ അത് വലിയ മരമായി മാറി. ഒരു ദിവസം ഒരാൾ ആ 3 മരങ്ങളും വെട്ടി
വിറകുകളാക്കി അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. ആദ്യ വിത്തിന്റെ മരത്തിന്റെ കഷ്ണം കുറെ നേരം വേദന സഹിച്ചും പറ്റാതെ അത് ഒരു വള്ളത്തിന്റെ തുഴയായി മാറി. രണ്ടാമത്തെ വിത്തിൽ നിന്ന് വന്ന മരം കുറച്ച് കഷ്ടങ്ങൾ സഹിച്ചു. അത് വെച്ച് ഒരു പെട്ടി ഉണ്ടാക്കി. മൂന്നാമത്തെ വിത്തിന്റെ മരം ശരിക്കും കഷ്ടപ്പെട്ടു. ആ മരക്കഷ്ണം വെച്ച് ഒരു പൂജാമുറിയുടെ അലമാരി ഉണ്ടാക്കി. തുഴ നദിയിൽ വളരെ സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങി. സ്വർണം വെക്കുന്ന പെട്ടി ഒരു കോടീശ്വരന്റെ വീട്ടിൽ സ്വർണവും രത്നങ്ങളും വെക്കുന്ന പെട്ടിയായി മാറി. പൂജ അലമാരി ഒരാളുടെ വീട്ടിലെ പൂജാമുറിയിലേക്ക് പോയി. പക്ഷേ ഒരു ദിവസം നല്ല കാറ്റും മഴയും ഉണ്ടായപ്പോൾ തുഴ വെള്ളത്തിൽ പോയി. ആ പണക്കാരന്റെ വീട്ടിൽ കള്ളന്മാർ വന്ന് സ്വർണം വെച്ചിരുന്ന പെട്ടി തകർത്ത് സ്വർണമെല്ലാം എടുത്തുകൊണ്ടുപോയി. പൂജ അലമാരി ദൈവത്തിന് സമമായി പൂജ ചെയ്യാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം തകർന്നുപോയ സ്വർണം വെക്കുന്ന പെട്ടി നദിയുടെ തീരത്ത് ഉപേക്ഷിച്ചു. ആ തുഴയും വെള്ളത്തിൽ ഒഴുകി ഒഴുകി നദിയുടെ തീരത്തെത്തി. വളരെ നാളുകൾ കഴിഞ്ഞ് പരസ്പരം കാണുമ്പോൾ അവർ ക്ഷമയോടെ സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, നമ്മള് ചെടിയായിട്ട് തന്നെ ഇരുന്നാ മതിയായിരുന്നു. നീ പറഞ്ഞത് ശരിയാ, ആ ഗ്രഹങ്ങള് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് എന്ന് വീണ്ടും ഗ്രഹങ്ങളെ വഴക്ക് പറയുവാൻ തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞ് ശുക്രനും വ്യാഴവും അവിടേക്ക് വന്നു. ഗ്രഹങ്ങളെ കണ്ട ഉടൻ തന്നെ ഒടിഞ്ഞുപോയ തുഴയും തകർന്നുപോയ സ്വർണപ്പെട്ടിക്കും വളരെയധികം ദേഷ്യം വന്നു. നിങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നോ? കള്ളം പറഞ്ഞ് ഞങ്ങളെ രണ്ടുപേരും പറ്റിച്ചത് മതിയായില്ലേ? ഇനി എന്തെങ്കിലും കള്ളം പറയാൻ ബാക്കിയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴക്ക് പറയുവാൻ തുടങ്ങി. അത് കേട്ടതും വ്യാഴവും ശുക്രനും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. നോക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും ഒരേ സമയത്താണ് മുളയ്ക്കാൻ തുടങ്ങിയത്. ഒരേ ആശാരിയുടെ കയ്യിലാണ് എത്തിയത്. പക്ഷെ നീ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാതെ ഒടിഞ്ഞുപോയി. അതുകൊണ്ടാണ് തുഴയായത്. അതിന് കാരണം നിന്റെ മനസ്സ് തന്നെയല്ലേ എന്ന് പറഞ്ഞതും തുഴ ഒന്നും തന്നെ പറഞ്ഞില്ല. കുറച്ചു കഷ്ടപ്പെട്ടതും നിന്റെ മനസ്സ് മാറി. അതുകൊണ്ട് സ്വർണം വെക്കുന്ന പെട്ടിയായി. അത് കേട്ടതും സ്വർണപ്പെട്ടി മൗനത്തോടെയിരുന്നു. എല്ലാ കഷ്ടപ്പാടും മൂന്നാമത്തെ വിത്ത് നല്ലതുപോലെ സഹിച്ചു. മനസ്സ് മാറ്റിയില്ല. അതുകൊണ്ടാണ് പൂജ അലമാരിയായി അത് മാറിയത്. ഞങ്ങളുടെ സ്ഥാനം മാറിയ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റമേ ഉണ്ടാവൂ. പക്ഷേ നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടിയേനെ. ഇത് കേട്ടതും അവര് രണ്ടുപേരും തലകുനിച്ച് ഒന്നും പറഞ്ഞില്ല. വ്യാഴവും ശുക്രനും അവരുടെ കാര്യങ്ങൾ തുടരാൻ വേണ്ടി പുറപ്പെട്ടു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല കഥയുമായി കാണാം. നന്ദി.